108 എന്ന സംഖ്യ യാതൊരു സാഹചര്യത്തിലും യാദൃച്ഛികമല്ല. പ്രാചീന ഹിന്ദു തത്വശാസ്ത്രത്തിൽ ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. 108 ഉപനിഷത്തുകൾ, 108 ദിവ്യദേശങ്ങൾ, 108 ജപമാല ദാനങ്ങൾ, ഇവ എല്ലാം ഈ സംഖ്യയുടെ ആഴത്തിലുള്ള മഹത്വം വ്യക്തമാക്കുന്നു. എന്നാൽ ഗായത്രി മന്ത്രം 108 തവണ ജപിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റം എന്താണ്? ഇത് അറിയാൻ മുന്നോട്ടു പോകാം. ഗായത്രി മന്ത്രം മനുഷ്യന്റെ ആന്തരിക ഉണർവിനെയും ആത്മീയ വികാസത്തെയും ഉണർത്തുന്ന പ്രാർത്ഥനയാണ്. ഇത് ഇങ്ങനെയാണ്. അതിന്റെ അർത്ഥം: ദിവ്യപ്രകാശമേ, ഞങ്ങളുടെ ബുദ്ധിയെ ഉണർത്തി ഉന്നതമായ ജ്ഞാനത്തിലേക്ക് നയിക്കണമേ. 108 തവണ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും ചില അതിശക്തമായ അലക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് പൈനിയൽ ഗ്രന്ഥിയെ സജീവമാക്കുന്നു. ധാരാളം നെഗറ്റീവ് ഊർജ്ജം ശുദ്ധീകരിക്കുന്നു. ആന്തരിക മാനസിക ശാന്തിയും ആത്മീയ ഉണർവുമാണ് ഇതിന്റെ ഫലം. നമ്മുടെ ശരീരത്തിൽ 108 ഊർജ്ജകേന്ദ്രങ്ങളുണ്ട്. ഈ 108 തവണ ജപം ഈ ഊർജ്ജകേന്ദ്രങ്ങളെ സജീവമാക്കി ബ്രഹ്മാണ്ഡം മുഴുവൻ ആന്തരികമായ ഉണർവുമായി ബന്ധിപ്പിക്കുന്നു. ഗായത്രി മന്ത്രം 7 ചക്രങ്ങളിലൂടെ ഒഴുകി വൈബ്രേഷൻ ഉണർത്തുന്നു. മൂലാധാര ചക്രം സ്ഥിരത, ആത്മവിശ്വാസം. സ്വാധിഷ്ഠാന ചക്രം സൃഷ്ടിപരമായ ഊർജ്ജം. മണിപൂരക ചക്രം ആത്മവിശ്വാസം. അനാഹത ചക്രം സ്നേഹവും കരുണയും. വിശുദ്ധി ചക്രം സത്യവും ആധികാരികതയും. അജ്ഞചക്രം ജ്ഞാനവും ദർശനവും. സഹസ്രാര ചക്രം ദൈവിക ബന്ധം. ഗായത്രി മന്ത്രജപം ഏറ്റവും ഫലപ്രദമാകാൻ നിങ്ങൾ ഈ രീതികൾ പിന്തുടരുക. പ്രഭാത സമയത്ത് ജപിക്കുക. ഒരു ശാന്തമായ സ്ഥലത്ത് ഇരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 108 ജപമാല ഉപയോഗിക്കുക. സ്വരതാളത്തിൽ ജപിക്കുക. 108 തവണ ഗായത്രി മന്ത്രം ജപിച്ചതിനുശേഷം നിങ്ങൾ ലഘുവായ ഒരു അനുഭവം അറിയും. നിങ്ങൾ ശാന്തതയോടെയും ആന്തരിക പ്രകാശത്തോടെയും നിറഞ്ഞിരിക്കും. ഇത് ആത്മീയ ഉണർവിന്റെയും ദൈവിക ജ്ഞാനത്തിന്റെയും അടയാളമാണ്. ദൈവിക ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ മന്ത്രം 108 തവണ ജപിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ ആത്മീയ അറിവുകൾക്കായി.